റാപ്പിഡ് ന്യൂസ് തുടങ്ങുന്നു. നോക്കാം വാർത്തകൾ അതിവേഗത്തിൽ. ഭാരതം ലോകത്തിന്റെ നെറുകയിലേക്കെന്ന് പ്രധാനമന്ത്രി. മൂന്നാം ഘട്ടത്തിൽ ഭരണം മൂന്നിരട്ടി ഉത്തരവാദിത്തത്തോടെ. വൈകാതെ ഭാരതത്തിലും ഒളിമ്പിക്സ് സംഘടിപ്പിക്കുമെന്നും ന്യൂയോർക്കിലെ ഭാരത ജനതയോട് നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് UN ജനറൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും. പലസ്തീൻ പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂയോർക്കിൽ നടക്കുന്ന ഫ്യൂച്ചർ സമ്മിറ്റിനിടയിലാണ് കൂടിക്കാഴ്ച. ഗാസയിലെ പ്രശ്നങ്ങളിലും മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളിലും പ്രധാനമന്ത്രി ഉത്കണ്ഠ രേഖപ്പെടുത്തി. പലസ്തീൻ ജനതയ്ക്ക് ഭാരതത്തിന്റെ പിന്തുണയും പ്രധാനമന്ത്രി ഉറപ്പു നൽകി. തിരുപ്പതി ലഡു വിവാദത്തിൽ ആന്ധ്ര മുഖ്യമന്ത്രി SIT അന്വേഷണം പ്രഖ്യാപിച്ചു. IG റാങ്കിലുള്ള ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാകും പ്രത്യേക അന്വേഷണ സംഘം. ക്ഷേത്രങ്ങളുടെ നടത്തിപ്പിനായി പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കുമെന്നും മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു അറിയിച്ചു. തിരുപ്പതി ലഡു വിവാദത്തിൽ ആരോപണ വിധേയരായ ഡയറി കമ്പനിയുടെ കസ്റ്റമേഴ്സ് ലിസ്റ്റിൽ തിരുവനന്തപുരം മിൽമയും AR ഡയറിയുടെ കോർപ്പറേറ്റ് കസ്റ്റമേഴ്സ് വിഭാഗത്തിലാണ് മിൽമയുടെ തിരുവനന്തപുരം ഡയറിയും ഉൾപ്പെട്ടിട്ടുള്ളത്. ആരോപണ വിധേയരായ കമ്പനിയിൽ നിന്ന് പാല് വാങ്ങിയിട്ടില്ല എന്നാണ് മിൽമ നൽകുന്ന വിശദീകരണം. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നു. ഇന്ന് 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നൽകി. എറണാകുളം, തൃശൂർ, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. വടക്കൻ കേരളത്തിൽ നാളെയും മഴ തുടരും. മലയാള സിനിമയിലെ കാരണവർ മധു ഇന്ന് 91 നിറവിൽ. കറുപ്പിലും വെളുപ്പിലും പിന്നീട് പല നിറങ്ങളിലും മിന്നിത്തിളങ്ങിയ ചലച്ചിത്ര ലോകത്ത് അഭിനയത്തിന്റെ പ്രതിഭ തെളിയിച്ച നിരവധി വേഷങ്ങൾ. അഭിനയത്തിലും നിലപാടിലും ഇന്നും തലയെടുപ്പോടെ നിൽക്കുന്ന പ്രതിഭയ്ക്ക് പിറന്നാൾ ആശംസകൾ നേരുകയാണ് ആസ്വാദക ലോകം. തലസ്ഥാന ജില്ലയിൽ പട്ടാപ്പകൽ സ്ത്രീകളെയും കുട്ടിയെയും മർദ്ദിച്ച വെള്ളനാട് ശശിക്കെതിരെ CPM-ൽ അതൃപ്തി. അടുത്തിടെ പാർട്ടിയിലേക്ക് എത്തിയ ശശിയെ സംരക്ഷിക്കുന്നതിലും എതിർപ്പ് ശക്തം. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറായ വെള്ളനാട് ശശിയെ CPM-ൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യമുയരുന്നു. അതേസമയം വെള്ളനാട് ശശി ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കുകളിലെ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിലിന് കീഴിൽ പ്രവർത്തിക്കുന്ന ബ്ലഡ് ബാങ്കുകളിലെ കരാർ ജീവനക്കാരനാണ് ശമ്പള പരിഷ്കരണം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയത്. സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ പ്രസ്താവനയിലൂടെ അൻവറിന്റെ നിലപാടിനെ തള്ളുമ്പോൾ ഘടകകക്ഷികൾക്കുള്ള മറുപടി കൂടി നൽകുകയാണ് CPM. നവമാധ്യമങ്ങളിലടക്കം അൻവറിന് പിന്തുണ വർദ്ധിച്ചുവന്ന സാഹചര്യത്തിൽ കൂടിയാണ് CPM പ്രസ്താവനയുടെ അൻവറിനെ തള്ളിയത്. ശിരൂരിലെ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെയുള്ള 3 പേർക്കായി ഗംഗാവലി പുഴയിൽ ഇന്നും തിരച്ചിൽ തുടരും. ഡ്രഡ്ജർ ഉപയോഗിച്ചായിരിക്കും തിരച്ചിൽ നടത്തുക. നാവികസേനയും റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലും ശിരൂരിലെത്തും. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയതിൽ ഗൂഢാലോചന തള്ളിയ ADGPയുടെ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയുടെ നടപടി കാത്ത രാഷ്ട്രീയ കേരളം. ബാഹ്യ ഇടപെടൽ നടന്നിട്ടില്ലെന്ന ADGPയുടെ റിപ്പോർട്ടിൽ പരാമർശമേറെയും കമ്മീഷണർ അങ്കിത് അശോകന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിയാണ്. DIGയും IGയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ റിപ്പോർട്ടിൽ പരാമർശമില്ലെന്നിരിക്കെ തുടർ നീക്കങ്ങൾ നിർണായകമാണ്. അതേസമയം പൂരം കലക്കലിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ശക്തമാക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. ലൈംഗിക പീഡന കേസുകളിൽ നടൻ ജയസൂര്യ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. തനിക്കെതിരായ പരാതി അടിസ്ഥാനരഹിതമെന്നാണ് നടന്റെ വാദം. ജൂനിയർ ആർട്ടിസ്റ്റിന്റെയും ആലുവ സ്വദേശിനിയായ നടിയുടെയും പരാതികളിലാണ് ജയസൂര്യക്കെതിരായ കേസുകൾ. ഇടുക്കി കൂട്ടാറിൽ റവന്യൂ വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ കെട്ടിടത്തിൽ തുറന്ന CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഒഴിയാൻ കൂട്ടാക്കാതെ നേതൃത്വം. കെട്ടിടം ഒഴിയണമെന്ന് കാട്ടി നോട്ടീസ് നൽകി 4 മാസം പിന്നിട്ടിട്ടും ഓഫീസ് ഇവിടെ പ്രവർത്തിക്കുകയാണ്. ഒഴിപ്പിക്കാൻ റവന്യൂ വകുപ്പും നടപടിയെടുക്കുന്നില്ല. ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇപ്പോഴും പാർട്ടി ഓഫീസ് പ്രവർത്തിക്കുന്നതെന്നും ആരോപണമുയരുന്നുണ്ട്. കാണാതായ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ആട്ടൂരിന്റെ കേസ് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ച് ക്രൈംബ്രാഞ്ച്. കുടുംബത്തിന്റെ നിരന്തരമായ ആവശ്യം മുൻനിർത്തിക്കൊണ്ടായിരുന്നു കേസ് പ്രത്യേക അന്വേഷണ സംഘത്തിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. മുഹമ്മദ് ആട്ടൂരിനെ കാണാതായി 1 വർഷം പിന്നിട്ടിട്ടും അന്വേഷണത്തിൽ കാര്യമായ പുരോഗതിയില്ലെന്ന് കുടുംബം ആരോപിച്ചിരുന്നു. കണ്ണൂർ ഇരിട്ടി കോളിത്തട്ട് സഹകരണ ബാങ്കിൽ തിരിമറി. CPM-ൽ അച്ചടക്ക നടപടി. ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെ 5 പേരെയും തരം താഴ്ത്തി. മരിച്ച ആളുടെ പേരിൽ വ്യാജ ഒപ്പിട്ട് ലക്ഷങ്ങളാണ് CPI നേതാക്കൾ തട്ടിയത്.
അതിജീവനത്തിന്റെ പാതയിലാണ് ചൂരൽമലയിലെ കട ഉടമകൾ. ഉരുൾപൊട്ടലിൽ നശിച്ച കടകൾ വീണ്ടും തുറന്നപ്പോൾ വലിയ പ്രതീക്ഷയിലാണ് വ്യാപാരികൾ ഉള്ളത്. എന്നാൽ സർക്കാരിൽ നിന്ന് കൂടുതൽ സഹായം വേണമെന്നാണ് ഇവരുടെ ആവശ്യം. സാമൂഹ്യവിരുദ്ധരുടെ താവളമായി ആലുവ നഗരസഭാ ക്വാർട്ടേഴ്സുകൾ. ആലുവ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്ന് മദ്യം വാങ്ങിയെത്തുന്നവർ ഇതിനകത്താണ് താവളമാക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന കെട്ടിടങ്ങളാണ് ഇത്തരത്തിൽ നശിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ 2 ആയുഷ് വെൽനസ് സെന്ററുകളടക്കം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് കണ്ണായ സ്ഥലത്തുള്ള കെട്ടിടങ്ങൾ കാടുപിടിച്ചു കിടക്കുന്നത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം കൊച്ചി മഹാനഗരത്തിന്റെ വിജയദശമി മഹോത്സവ സ്വാഗത സംഘ രൂപീകരണം എറണാകുളം BTH നടന്നു. റിട്ടയർഡ് ജസ്റ്റിസ് N രാമചന്ദ്രൻ അധ്യക്ഷനായും എറണാകുളം വിഭാഗ് സംഘചാലക് MA വാസുദേവൻ രക്ഷാധികാരിയായും വിഭാഗ് സംഘചാലക് P ശിവദാസ് ഉപാധ്യക്ഷനുമായ സമിതി തെരഞ്ഞെടുത്തു. സീമ ജാഗരൺ അഖില ഭാരതീയ സംരക്ഷക് A ഗോപാലകൃഷ്ണൻ മാർഗദർശനം നൽകി. കൊച്ചി മഹാനഗർ സംഘചാലക് അഡ്വക്കേറ്റ് P വിജയകുമാർ സംസാരിച്ചു. സഹസംഘചാലക് ഡോക്ടർ A കൃഷ്ണമൂർത്തി സന്നിഹിതനായിരുന്നു. മഹാനഗർ കാര്യവാഹ് BS രമേശ് സ്വാഗതം പറഞ്ഞു. ഒക്ടോബർ 13 എറണാകുളം മറൈൻ ഡ്രൈവിലാണ് വിജയദശമി. ലോക ചെസ് ഒളിമ്പ്യാഡിൽ ചരിത്രമെഴുതി ഇന്ത്യൻ സംഘം. പുരുഷ വനിതാ ടീമുകൾ സ്വർണ്ണ നേട്ടത്തോടെയാണ് ടൂർണമെന്റ് അവസാനിപ്പിച്ചത്. ഇതാദ്യമായാണ് ഇരു വിഭാഗങ്ങളിലും ഇന്ത്യ ചാമ്പ്യന്മാരാകുന്നത്. KCB പ്രതിമാസ മില്ലിങ്ങിന് പുറമെ മീറ്റർ റീഡിംഗ് എടുക്കാൻ ബ്ലൂടൂത്ത് ഉപകരണവും വരുന്നു. പ്രത്യേക ബ്ലൂടൂത്ത് ഉപകരണത്തിന്റെ പ്രവർത്തനം ചെയർമാനും സംഘവും ചെന്നൈയിലെത്തി മനസ്സിലാക്കി. പ്രതിമാസ ബില്ലിംഗിലേക്ക് മാറാനും ഉപഭോക്താവിന് തന്നെ റീഡിംഗ് എടുക്കാനുമുള്ള നടപടികളിലേക്കാണ് KCB കടന്നത്. ജനവാസ മേഖലയിലെ കള്ളുഷാപ്പ് മൂലം ബുദ്ധിമുട്ടുകയാണ് നിരവധി കുടുംബങ്ങൾ. തൃശൂർ ആളൂർ പാറേട്ടുകാരയിലെ കുടുംബങ്ങളാണ് മദ്യപിക്കാനെത്തുന്നവരുടെ നിരന്തരമായ ശല്യം നേരിടുന്നത്. കഴിഞ്ഞ ദിവസം ഷാപ്പിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ മരണപ്പെടുക കൂടി ചെയ്തതോടെ പരിസരവാസികൾ കൂടുതൽ ആശങ്കയിലാണ്. കള്ളുഷാപ്പ് പ്രദേശത്ത് നിന്ന് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. മണ്ഡല മകരവിളക്ക് കാലത്ത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ സൗജന്യ സർവീസ് നടത്താൻ അനുമതി തേടി വിശ്വ ഹിന്ദു പരിഷത്ത് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം KSRTC സത്യവാങ്മൂലം നൽകിയിരുന്നു. ശബരിമല തീർത്ഥാടകരിൽ നിന്ന് അധിക തുക ഈടാക്കുന്നില്ലെന്ന് വ്യക്തമാക്കിയാണ് KSRTC സത്യവാങ്മൂലം ഫയൽ ചെയ്തത്. നിലയ്ക്കൽ പമ്പ റൂട്ട് ദേശസാൽകൃതമാണെന്നും അവിടെ സർവീസ് നടത്താൻ തങ്ങൾക്ക് മാത്രമേ അധികാരമുള്ളൂവെന്നും സത്യവാങ്മൂലത്തിൽ KSRTC വ്യക്തമാക്കിയിരുന്നു. റാപ്പിഡ് ന്യൂസിന് 8:30 ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.